ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രധാന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ ചില സഹോദരങ്ങൾ സ്നാനപ്പെടുവാനായിട്ടുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്നാനത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പഠിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്നാനത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്നും ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്, സ്നാനത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള പഠനം അത് അവസാനം കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അത് ഒരുപക്ഷെ വിശ്വാസികൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം എന്നുള്ള നിലയിലാണ്. സ്നാനം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് അനുസരിക്കുവാൻ ഓപ്ഷനുള്ള ഒരു കൽപ്പന എന്നുള്ള നിലയിലാണ് സ്നാനത്തെ ഇന്ന് പഠിപ്പിക്കുന്നത്. സ്നാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്നാനപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നതായിട്ടുള്ള സഭാവിഭാഗങ്ങളും യഥാർത്ഥത്തിൽ അവരുടെ പഠിപ്പിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അത് ആവശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നുകയില്ല. കുളിപ്പിച്ച് കൊച്ചില്ലാതെയായി എന്നുള്ളൊരു നിലയിലാണ് ഇന്ന് സ്നാനത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഉപദേശം സഭകളിലുള്ളത് എന്ന് നമുക്ക് പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്നാനത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള കുറച്ച് സത്യങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഇന്ന് ചിന്തിക്കണം. അത് സ്നാനപ്പെട്ട ആളുകൾക്കും പ്രയോജനപ്രദമാണ്, സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് പ്രയോജനപ്രദമാണ്. അതുപോലെ തന്നെ ദൈവവചന പഠനം അത് നമുക്കെല്ലാവർക്കും പ്രയോജനമുള്ള കാര്യമാണല്ലോ. സ്നാനത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് കൃത്യമായി അതിന് മറുപടി പറയുവാൻ, യഥാർത്ഥത്തിൽ സ്നാനം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിവുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സ്നാനം ഒരു അടിസ്ഥാന ഉപദേശ വിഷയമാണ് എന്ന് ആരും ഇന്ന് പഠിപ്പിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. സ്നാനം വേണമെന്ന് പറയുന്നവർ പോലും സ്നാനത്തെ ഒരു അടിസ്ഥാന ഉപദേശ വിഷയമായിട്ട് പഠിപ്പിക്കുന്നില്ല. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അപ്പോൾ ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ആദ്യവചനം അതിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശമെന്ന് പറയുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ ആചാരപരമായിട്ടുള്ള മറ്റ് സ്നാനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മറ്റ് വേദഭാഗങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായത് ക്രിസ്തീയ സ്നാനം മറ്റ് അന്ന് നിലനിന്നിരുന്ന ആചാരപരമായിട്ടുള്ള സ്നാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ടാണ്. നമുക്കിന്ന് ദൈവശാസ്ത്ര പഠനത്തിൽ രക്ഷാവിജ്ഞാനീയം, സൊറ്റീരിയോളജി എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. എന്നാൽ സ്നാനത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു പഠനശാഖ ആ ഒരു നിലയിലില്ല എന്ന് നമുക്ക് കാണാം. കാരണം സ്നാനത്തെ അങ്ങനെ ഒരു ഉപദേശ വിഷയമായിട്ട് ആരും ഇന്ന് കാണുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ സൊറ്റീരിയോളജി അല്ലെങ്കിൽ രക്ഷാവിജ്ഞാനീയം എന്ന് പറയുന്നത് ഈ അടിസ്ഥാന ഉപദേശങ്ങളായിട്ടുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ, ഒരാളുടെ രക്ഷ എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നാം ഇവിടെ കാണുന്നത് പോലെ മാനസാന്തരം, വിശ്വാസം, സ്നാനം എന്നിങ്ങനെയുള്ള 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കും ഈ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ
ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ഇതൊക്കെ വിട്ടിട്ട്, പിന്നെ ഈ ആദ്യവചനം വിട്ടിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രക്ഷിക്കപ്പെട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമുക്ക് കൃത്യതയോ അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഒരു അറിവോ ഇല്ല എങ്കിൽ ഈ പരിജ്ഞാന പൂർത്തിയിലേക്ക് പ്രാപിക്കുവാനായിട്ട് ഒരിക്കലും കഴിയുന്നതല്ല. അടിസ്ഥാനമില്ലാതെ അതിന്മേലുള്ള പണി ഒന്നും നിലനിൽക്കുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ശരി, അപ്പോൾ ഇതൊരു അടിസ്ഥാന ഉപദേശമാണ്, നമ്മുടെ രക്ഷയെ ബാധിക്കുന്നതായിട്ടുള്ളൊരു ഉപദേശമാണ് എന്നുള്ളത് ഞാൻ ആമുഖമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇതിനോട് വിയോജിക്കുന്നതായിട്ടുള്ള പല ആളുകളും കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് മുഴുവൻ കേട്ടിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ശരി, സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് അവരനുസരിക്കേണ്ടതായിട്ടുള്ള ആദ്യത്തെ കൽപ്പനയാണ് സ്നാനം. നിങ്ങൾ കൽപ്പന അനുസരിച്ചോ എന്ന് ചോദിച്ചാൽ ആളുകൾ പൊതുവിൽ അതിനെ മനസ്സിലാക്കുന്നത് നിങ്ങൾ സ്നാനപ്പെട്ടോ എന്നുള്ള നിലയിലാണ്. അപ്പോൾ അതൊരു പൊതുവിലുള്ള ഒരു മനസ്സിലാക്കലാണ്, ധാരണയാണ്. എന്നാൽ ഒരു വിശ്വസിച്ച ഒരാൾക്ക് അനുസരിക്കുവാനായിട്ടുള്ള ഒരു കൽപ്പന എന്നുള്ളതിനേക്കാൾ അവരോട് സുവിശേഷം പറയുന്നതായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു കൽപ്പനയാണ് സ്നാനം എന്നുള്ളതാണ് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ വളരെ പ്രസിദ്ധമാണല്ലോ. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അപ്പോൾ ഈ കൽപ്പന പുറപ്പെട്ടു പോകുന്ന, സുവിശേഷവുമായി പോകുന്ന തൻ്റെ ശിഷ്യന്മാർക്കുള്ളതാണ്. അല്ലാതെ അത് വിശ്വാസികളോടുള്ളൊരു കൽപ്പന എന്നുള്ള നിലയിലല്ല ബൈബിളിൽ നാം വായിക്കുന്നത്. എന്ന് മാത്രവുമല്ല, അപ്പസ്തോല പ്രവൃത്തികളിൽ ധാരാളം സ്നാനത്തെക്കുറിച്ചുള്ള, ആ സ്നാനത്തിൻ്റെ സംഭവത്തെക്കുറിച്ചുള്ളതായ വിവരങ്ങൾ ചേർത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഈ അവരോട് സുവിശേഷം പറയുന്നതായിട്ടുള്ള ആളുകളുടെ മുൻകൈയിൽ, അവരുടെ ഉത്തരവാദിത്വത്തിലും അവരുടെ മുൻകൈയിലും അവരുടെ ഉപദേശത്തിലും അടിസ്ഥാനപ്പെട്ട് സ്നാനം എടുക്കുന്നു എന്നുള്ളതിനേക്കാൾ സ്നാനം കൊടുക്കുന്നു എന്നുള്ളതാണ് ബൈബിളിലെ പ്രമാണം എന്ന് പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി എന്നുള്ളതായ ഒരു ചിന്താഗതി പൊതുവിലുണ്ട്. എന്നാൽ അതും ശരിയല്ല. ഈ സ്നാനം കഴിപ്പിച്ചും എന്ന് പറഞ്ഞിട്ട് അവിടെ കർത്താവ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല ഇടുന്നത്, മറിച്ച് തുടരുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഉണ്ട് എന്നരുളി ചെയ്തു. അപ്പോൾ ഈ സ്നാനപ്പെടുത്തി വിട്ടാൽ പണി കഴിഞ്ഞു, സ്നാനപ്പെട്ടാൽ പിന്നെ അങ്ങനെ ഒരു ഉത്തരവാദിത്വം കഴിഞ്ഞു, പിന്നെ അങ്ങനെ ഒരു നിർബന്ധം വരികയില്ല എന്നുള്ള നിലയിൽ ആളുകളെ സ്വതന്ത്രരാക്കി വിടുക എന്നുള്ളതല്ല. സ്നാനപ്പെടുന്നതോടു കൂടിയാണ് യഥാർത്ഥത്തിൽ കർത്താവ് പഠിപ്പിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുസരിക്കുവാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശിഷ്യരാക്കുന്നതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക, വിശ്വസിക്കുക എന്നുള്ളത് ഒരു സുവിശേഷം കേൾക്കുന്ന ആളിൽ നിന്നുണ്ടാവേണ്ടതും, എന്നാൽ സ്നാനം കഴിപ്പിക്കുക, ഉപദേശിക്കുക, ശിഷ്യരാക്കുക എന്നുള്ളത് സുവിശേഷവുമായി പോകുന്ന ആളുകളിൽ നിന്നും ഉണ്ടാകുന്നതായ ഉത്തരവാദിത്വമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വിശ്വസിക്കുന്നതിനെക്കുറിച്ച് പറയാത്തതെന്ന് ചോദിച്ചാൽ, വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് സുവിശേഷം കേൾക്കുന്ന, മാനസാന്തരവും വിശ്വാസവും സുവിശേഷം കേൾക്കുന്ന ആളുകൾക്ക് ഉള്ള ഉത്തരവാദിത്വമാണ്. അത് നമുക്ക് മറ്റൊരു വേദഭാഗത്ത് അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഇവിടെ അയക്കപ്പെടുന്ന ശിഷ്യന്മാർക്കുള്ള ഉത്തരവാദിത്വം, അത് വിശ്വസിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമല്ല, മാനസാന്തരവും അവരുടെ ഉത്തരവാദിത്വമല്ല. എന്നാൽ സ്നാനം അതുപോലെ തന്നെ പഠിപ്പിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. ശരി,
അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, എത്ര കൃത്യമായിട്ടാണ് ഇവിടെ വിശ്വാസത്തോട് ചേർത്ത് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും എന്നല്ല, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുമ്പോൾ നീതീകരണം പ്രാപിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ രക്ഷയ്ക്ക് സ്നാനത്തോട് ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ സ്നാനം രക്ഷയ്ക്ക് ആവശ്യമില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇതേ വാക്യത്തിൻ്റെ 2ാം ഭാഗമാണ് ആളുകൾ എടുക്കാറുള്ളത്. അവർ പറയുന്നത് വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അവിടെ സ്നാനമേൽക്കാത്തവൻ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിശ്വസിച്ചാൽ മാത്രം മതി എന്നുള്ളതായ ഒരു സംസാരമാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കലാണ് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ വിശ്വസിക്കാത്ത ഒരാൾ സ്നാനമേൽക്കുന്നതിനെക്കുറിച്ച് പ്രസ്താവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഒരു സാമാന്യ ബോധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കാര്യമാണ്. അവർ പറയുന്നത് പ്രകാരമാണ് എങ്കിൽ ഇവിടെ എഴുതേണ്ടത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാതെയും സ്നാനമേൽക്കാതെയും ഇരിക്കുന്നവൻ ശിക്ഷാവിധിയിലകപ്പെടും എന്നെഴുതിയാൽ മാത്രമേ അവർക്ക് സ്നാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അതൊരിക്കലും ഒരു സാമാന്യ ബോധത്തിൽ ഉൾപ്പെടുന്നതായിട്ടുള്ളൊരു കാര്യമല്ല. വിശ്വസിക്കാത്തവൻ സ്നാനമേൽക്കുന്നൊരു പരിപാടി ബൈബിളിൽ ഇല്ലാത്തതുകൊണ്ട് അത് അവിടെ എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരി, സ്നാനത്തെ സംബന്ധിക്കുന്ന ചില സംഭവങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിൽ നിന്നും നമുക്ക് സ്നാനത്തിൻ്റെ പ്രാധാന്യം അപ്പോസ്തലന്മാർ മനസ്സിലാക്കി അവരവരുടെ ജീവിതത്തിൽ അനുവർത്തിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൻ്റെ 38 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പത്രോസ് അപ്പോസ്തലൻ ആദ്യത്തെ സുവിശേഷ പ്രസംഗമാണ്. അത് കേട്ടപ്പോൾ പാപബോധം വന്ന് ഹൃദയത്തിൽ കുത്തുകൊണ്ടതായിട്ടുള്ള ആളുകൾ, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് വന്ന് അവരോട് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നതായിട്ടുള്ളൊരു മറുപടിയാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഇവിടെ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് സ്നാനം ആവശ്യമില്ലെന്നും അതൊരു ഓപ്ഷനാണ്, താല്പര്യമുണ്ടെങ്കിൽ മതിയെന്നോ, അല്ല എങ്കിൽ അത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അനുസരിക്കേണ്ടതായിട്ടുള്ളൊരു കൽപ്പനയാണോ എന്നുള്ള യാതൊരു സൂചനയുമില്ല എന്നു മാത്രവുമല്ല, ഒരു മനുഷ്യൻ്റെ രക്ഷയുടെ അവിഭാജ്യ ഘടകമായിട്ടാണ് സ്നാനത്തെ ഈ 1-ാമത്തെ സുവിശേഷ പ്രസംഗത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്നാനപ്പെടാത്ത ആരെയും ദൈവവചനത്തിൽ, വേദപുസ്തകത്തിൽ രക്ഷിക്കപ്പെട്ടതായിട്ട് കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെനിക്കറിയത്തില്ല. സ്നാനവും വിശ്വാസവും അല്ലെങ്കിൽ മാനസാന്തരവും സ്നാനവും തമ്മിൽ അങ്ങനെ വലിയൊരു വേർതിരിവ് അതും നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകൾ അനേകരും സ്നാനപ്പെടുവാനായിട്ട് തയ്യാറാവാത്തതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ വിശ്വസിക്കുന്ന ആളുകളിലൊന്നും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് ദൈവം ആവശ്യപ്പെടുന്നതായിട്ടുള്ള മാനസാന്തരം അവരിൽ ഉണ്ടായിട്ടില്ല. അവരെ എങ്ങനെയെങ്കിലും സ്വർഗത്തെ കാണിച്ച് പ്രലോഭിപ്പിച്ചോ നരകത്തെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയോ വിശ്വാസം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് പിന്നെ അവരുടെ പിന്നാലെ നടന്ന് അവരെ കുറേ ക്ലാസ്സുകളുമൊക്കെ കൊടുത്ത് അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് സ്നാനപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ അവർക്ക് സ്നാനപ്പെടാനായിട്ട് യാതൊരു താമസവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അന്ന് രക്ഷിക്കപ്പെട്ടവരെ ദൈവം സഭയോട് ചേർത്തു എന്ന് നമ്മൾ വായിക്കുന്നു. അതൊക്കെയും സ്നാനപ്പെട്ട ആളുകളെക്കുറിച്ചാണ്, സ്നാനവും കൂടെ കഴിഞ്ഞ ആളുകളെക്കുറിച്ചാണ് എന്ന് നമുക്ക് കാണാം. വീണ്ടും അപ്പോസ്തല പ്രവൃത്തിയിൽ 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ദൈവരാജ്യത്തെയും
യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ഇവിടെയും അവിടെ ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ ഫിലിപ്പോസ് പറഞ്ഞതായിട്ടുള്ള സുവിശേഷത്തിൽ അവർ വിശ്വസിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വിശ്വസിച്ചപ്പോൾ അവർ സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു എന്നാണ്. അപ്പോൾ അവിടെയും വിശ്വാസവും സ്നാനവും ചേർന്ന് പോകുന്ന കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശിമോൻ താനും വിശ്വസിച്ചു സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. അവിടെയും അത് രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 8-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ 8-ാം അധ്യായത്തിൽ നമുക്ക് ഫിലിപ്പോസും ഷണ്ഡനുമായിട്ടുള്ള ഒരു ബന്ധം, സംസാരം നമ്മൾ കാണുന്നുണ്ട്. തേരിൽ ഈ വചനവും ന്യായപ്രമാണവും വായിച്ച് യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗം വായിച്ച് പോയിക്കൊണ്ടിരുന്നതായ ഷണ്ണനോട് നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നു എന്ന് ചോദിക്കുമ്പോൾ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല എന്നൊക്കെ പറയുകയും അങ്ങനെ ഫിലിപ്പോസ് തേരിൽ കയറിയിരുന്ന് അതൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ യെശയ്യാ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താലുള്ള രക്ഷ ഫിലിപ്പോസ് ഷണ്ണനോട് അറിയിച്ചു. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഷണ്ണൻ വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടു. അപ്പം ഷണ്ണൻ ചോദിക്കുകയാണ്, ഞാൻ സ്നാനമേൽക്കുന്നത് എന്താണ് തടസ്സം? അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, സുവിശേഷം ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ ഷണ്ണനോട് പറഞ്ഞത് മാനസാന്തരപ്പെടണം, വിശ്വസിക്കണം, സ്നാനപ്പെടണം എന്നാണ്. സുവിശേഷ സന്ദേശത്തിൽ സ്നാനം ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വേദഭാഗങ്ങളിലൂടെയെല്ലാം തുടർന്ന് നമ്മൾ ചില ചിന്തിക്കാൻ പോകുന്നതായിട്ടുള്ള വേദഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ ആരോട് സുവിശേഷം പറഞ്ഞാലും സ്നാനത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സുവിശേഷം ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ സുവിശേഷ സന്ദേശങ്ങൾ യൂട്യൂബിലുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സ്നാനത്തെക്കുറിച്ച് പറയാതെ ഒരു സുവിശേഷ സന്ദേശം പറഞ്ഞിട്ടില്ല. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരൻ ഒരു ട്രാക്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് അതിനെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ സ്നാനത്തിൻ്റെ വിഷയം അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല. ഞാനത് ആ സഹോദരൻ്റെ അടുത്ത് പറയും. അദ്ദേഹം അത് ഈ കാര്യം ബോധ്യപ്പെട്ടതിന് ശേഷം അതിൽ ചേർക്കുകയും ചെയ്തു എന്നുള്ളതും ഞാൻ ഓർക്കുന്നു. അപ്പോൾ സുവിശേഷ സന്ദേശത്തിൽ സ്നാനമുണ്ട്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിടത്തുണ്ട്, കർത്താവായ യേശുക്രിസ്തു അവരെ ഭരമേൽപ്പിച്ചിടത്തുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ശരി, വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് പൗലോസ് അപ്പോസ്തലന് ദമാസ്കസിലേക്കുള്ള വഴിയിൽ പ്രത്യക്ഷപ്പെടുന്നതും താൻ ഒരന്ധനായി തീരുന്നതുമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ യാത്ര ചെയ്തു. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കാതെയും ചെയ്യാതെ ഇരുന്നു എന്ന് നമ്മൾ 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ കർത്താവ് അനന്യാസിനെ അങ്ങോട്ട് വിടുകയാണ്. 17 മുതലുള്ള വാക്യങ്ങൾ നമുക്കത് കാണാം. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അവിടെ അവൻ എഴുന്നേറ്റ് സ്നാനമേറ്റു എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളൂ. എന്നാൽ സ്വാഭാവികമായും സുവിശേഷം അറിയിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. സുവിശേഷം അറിയിക്കുകയും ആ സുവിശേഷം അറിയിച്ചപ്പോൾ ആ സുവിശേഷത്തിൻ്റെ ഭാഗമായി തന്നെ സ്നാനത്തെക്കുറിച്ച് ശൗലിനോട് അല്ലെങ്കിൽ പൗലോസിനോട് അറിയിക്കുകയും പൗലോസ് അപ്പോൾ തന്നെ സ്നാനം കഴിച്ചു. ആ സ്നാനം കഴിച്ചു എന്ന് പൗലോസ് സ്നാനം കഴിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, 3 ദിവസം കണ്ണ് കാണാതെയും ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരുന്നതായിട്ടുള്ള ശൗലിനെ ആദ്യം സ്നാനപ്പെടുത്തി.
അതിനുശേഷമാണ് ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നത്. 3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന, വെള്ളം കുടിക്കാതിരിക്കുന്ന, തളർന്നിരിക്കുന്ന ഒരു മനുഷ്യനെ സ്വാഭാവികമായിട്ടും അവിടെ സ്നാനപ്പെടുത്തുവാൻ കഴിയുന്ന നിലയിലുള്ള കുളങ്ങളോ പുഴകളോ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ സ്നാനപ്പെടുത്തിയിട്ട് മാത്രമേ ഭക്ഷണം കൊടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ സുവിശേഷ സന്ദേശത്തിൽ സ്നാനത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്ന് ആളുകളെ സ്നാനപ്പെടുത്തുന്നതിന് എടുക്കുന്നതായിട്ടുള്ള സമ്മർദ്ദങ്ങൾ എത്രയോ അധികമാണ് എന്ന് നമുക്കറിയാം. പലപ്പോഴും ഇന്ന് സഭകളിൽ സ്നാനം നടക്കുന്നത് അവർ 10ാം ക്ലാസ് പാസ്സായി കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് സ്നാനപ്പെടുത്തുന്നതായിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ എന്നിട്ടും സ്നാനപ്പെടാത്ത ചില ആളുകളെ അവരുടെ വിവാഹത്തിന് മുമ്പ് സ്നാനപ്പെടുത്തുന്നതായിട്ടുള്ളൊരു പരിപാടിയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതങ്ങനെയാണ് ഇന്ന് സ്നാനത്തിന് ആളുകൾ വെച്ചിരിക്കുന്നതായിട്ടുള്ള ചില സമയക്രമീകരണങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ അതൊന്നും ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ സ്നാനവും പ്രസംഗിക്കണം. അവർ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അവരെ സ്നാനപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിച്ചാൽ, സ്നാനം അവർ വിശ്വസിച്ച അവരുടെ ജീവിതത്തിൽ ആന്തരികമായിട്ട് വന്ന മാറ്റത്തിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് എന്ന് സ്നാനത്തെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പ്രസ്താവന ബൈബിളിൽ ഒരിടത്തുമില്ല എന്ന് മാത്രവുമല്ല, ഈ സ്നാനപ്പെട്ടതായിട്ടുള്ള പല സംഭവങ്ങളും നാം നോക്കുമ്പോൾ അതിന് ഒരു സഭയുടെ സാന്നിധ്യം അവിടെ പറയുന്നില്ല. അവിടെ ആളുകളെ വിളിച്ചു കൂട്ടാനായിട്ട് പറയുന്നില്ല. ഇപ്പോൾ ഷണ്ണനെ സ്നാനപ്പെടുത്തിയപ്പോൾ ഫിലിപ്പോസും ഷണ്ണനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ തേര് തെളിയിച്ചതായിട്ടുള്ള ഡ്രൈവർ അദ്ദേഹവും കൂടി ഇറങ്ങി ചെന്നിരുന്നു എന്ന് പോലും നമുക്കറിയില്ല. ഇങ്ങനെ അദ്ദേഹവും കൂടി ചെന്നിരുന്നുവെങ്കിൽ ആകപ്പാടെ 3 പേര്. അതുപോലെ തന്നെ ശൗലിനെ സ്നാനം കഴിപ്പിക്കുവാനായിട്ട് പോയപ്പോൾ മറ്റാരും ഉള്ളതായിട്ടൊരു സൂചനയുമില്ല. ഇത് ലോകത്തോട് വിളിച്ചു പറയുന്നതോ പരസ്യമായി പ്രഖ്യാപിക്കുന്നതോ ഒന്നുമല്ല. സ്നാനത്തിന് അങ്ങനെ ഒരു അർത്ഥം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുളിപ്പിച്ച് കൊച്ചില്ലാത്തൊരു പരുവത്തിലേക്ക് ഈ സ്നാനത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഉപദേശം വന്നു. സ്നാനം എന്ത് കാണിക്കുന്നു, എന്തിനെ കാണിക്കുന്നു എന്നുള്ള അതിൻ്റെ പൂർണ്ണമായ അർത്ഥവും വിട്ട് അതിന് ബൈബിളിൽ യാതൊരു നിലയിലും ബൈബിളിൽ നിന്നും പഠിപ്പിക്കാൻ കഴിയാത്തതായ, ബൈബിളിൽ തെളിവുകളില്ലാത്തതായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ചില ഉപദേശ രൂപത്തിലേക്ക് ഈ സ്നാനത്തിൻ്റെ ഉപദേശം മാറിപ്പോയി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ശരി, പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഈ സംഭവം എന്ന് പറയുന്നത് കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരത്തിൻ്റെ സന്ദർഭമാണ്. അവിടെ അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാം താമസിയാതെ സ്നാനമേറ്റു. ഇവിടെ താനും തനിക്കുള്ളവരെല്ലാം താമസിയാതെ സ്നാനമേറ്റു. അപ്പോൾ സ്നാനത്തിന് ഒരു താമസം പാടില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സ്നാനം താമസിപ്പിക്കുക എന്ന് പറയുന്നൊരു പരിപാടി ബൈബിളിലില്ല. ആരെങ്കിലും സ്നാനപ്പെടാൻ തയ്യാറില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, അവരിലൊരു യഥാർത്ഥ മാനസാന്തരം വന്നിട്ടില്ല. മാനസാന്തരം വന്ന ഒരാൾക്ക് സ്നാനപ്പെടുവാനായിട്ട് ഒരു നിമിഷം പോലും അങ്ങനെ താമസിക്കുവാൻ അവർ താല്പര്യപ്പെടുകയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ സ്നാനപ്പെടാൻ താല്പര്യമില്ലാത്തതായിട്ടുള്ള ആളുകൾ, മാനസാന്തരപ്പെടാത്തതായിട്ടുള്ള ആളുകൾ അവരങ്ങനെ അവരെ വളരെ നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തി അവരെ ഒക്കെ സ്നാനപ്പെടുത്തിയാൽ ഈ പറഞ്ഞതുപോലെ അവരിൽ യഥാർത്ഥത്തിലുള്ള മാനസാന്തരമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ അവർ സ്വീകാര്യരായിട്ടില്ല. അങ്ങനെയുള്ളവരുടെ സ്നാനം എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. ഇന്നത്തെ അനേക സഭകളിലേക്കും നോക്കിയാൽ ആളുകൾ ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കാതെയും സ്വന്തം താല്പര്യത്തിനനുസരിച്ചും സ്വന്തം വഴിയിലും ജീവിക്കുന്നതിൻ്റെ ആയിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അവരിൽ ഒരു മാനസാന്തരമോ യഥാർത്ഥത്തിലുള്ള വിശ്വാസമോ ദൈവസന്നിധിയിൽ സ്വീകാര്യമായുള്ള വിശ്വാസമോ രക്ഷയൊന്നും അവരിൽ സംഭവിച്ചിട്ടില്ല.
അതുകൊണ്ട് തന്നെ അവരിൽ ദൈവാത്മാവ് വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള ക്രമീകരണം അവരുടെ ജീവിതത്തിലില്ല. അവർ ആത്മനിയന്ത്രണത്തിലുമല്ല. അവർക്ക് പാപത്തെ ജയിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അവർക്ക് ലഭ്യമല്ല. സഭകളുടെ അധപതനത്തിന് ഇതിലേറെ നമുക്ക് എന്താണ് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുള്ളത്? പിന്നെ വീണ്ടും പ്രവൃത്തികൾ 18-8 വാക്യത്തിൽ പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്തിൽ അനേകർ വചനം കേട്ടു, വിശ്വസിച്ചു, സ്നാനമേറ്റു. അപ്പോൾ വിശ്വസിച്ചു, സ്നാനമേറ്റു. ശരി, ദൈവാത്മാവിൻ്റെ വരവും സ്നാനവുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നാം ആദ്യം ചിന്തിച്ച വേദഭാഗത്ത് സ്നാനപ്പെടുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതൊരു വേദഭാഗമാണ്. പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ഇപ്രകാരം വായിക്കുന്നു: അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരെ കണ്ടു എന്ന് പറയുന്നു. പൊതുവെ ആളുകൾ വായിച്ചു പോകുമ്പോൾ അത് കർത്താവിൻ്റെ ശിഷ്യന്മാരെന്നുള്ള ഒരു പ്രഥമ ചിന്ത വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരല്ല അവർ യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു. അപ്പോൾ യോഹന്നാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചുവോ പ്രാപിച്ചുവോ എന്നാണ് അവരോട് ചോദിച്ചത്. അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണ്. അപ്പം ഇതിലെ വരുന്ന അടുത്ത ചോദ്യം, അപ്പോൾ പിന്നെ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? നിങ്ങൾ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെന്ന വാക്ക് കേൾക്കാതിരിക്കാൻ യാതൊരു ന്യായവുമില്ല. അപ്പോൾ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അപ്പോൾ അവർ പറഞ്ഞു യോഹന്നാൻ്റെ സ്നാനം. അപ്പോൾ അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിച്ചത്, തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. വിശ്വസിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പോൾ യോഹന്നാൻ്റെ സ്നാനം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടൊരു സ്നാനമായിരുന്നു, മാനസാന്തര സ്നാനം. അത് നമുക്കറിയാവുന്നതാണ്. യോഹന്നാൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു അത്. അതൊരു അപ്രൂവ്ഡ് ആയിട്ടുള്ള അംഗീകരിക്കപ്പെട്ട ഒരു സ്നാനമായിരുന്നു. ആ സ്നാനമേറ്റ ആളുകൾ പോലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രണ്ടാമത് സ്നാനമേൽക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറയുന്നത് വേറെ എന്ത് സ്നാനം ഏത് പ്രായത്തിൽ ആര് കഴിപ്പിച്ചു എന്ന് പറഞ്ഞാലും മാനസാന്തരപ്പെടാതെയും അതിൽ നിന്നുളവാകുന്ന വിശ്വാസമില്ലാതെയുമാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അദ്ദേഹം ആരാൽ എവിടെ വെച്ച് ഏത് പ്രായത്തിൽ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാലും അതിന് യാതൊരു വിലയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അനേക വിശ്വാസികളെന്ന് പറയുന്നവരായിട്ടുള്ള രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളും സ്നാനപ്പെട്ടവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരവും ഒരു വിശ്വാസവും വന്നിട്ടില്ല എങ്കിൽ അവരെവിടെ ആരാൽ സ്നാനപ്പെടുത്തപ്പെട്ടവരാണെങ്കിലും ആ സ്നാനത്തിന് ദൈവസന്നിധിയിൽ യാതൊരു ഗുണവുമില്ല. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവർ സ്നാനപ്പെട്ടത്. പക്ഷേ അവിടെ മാനസാന്തരമില്ല എങ്കിൽ ഒരു പ്രയോജനവും അവിടെ വിശ്വാസത്തിന് പ്രസക്തിയില്ല, അവിടെ സ്നാനത്തിന് പ്രസക്തിയില്ല എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശരി, സ്നാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ 4 മുതലുള്ള വാക്യം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു സന്ദേശം അല്ലെങ്കിൽ ഒരു രൂപം നമുക്ക് ലഭിക്കുന്നതാണ്. അവിടെ നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ട് നിങ്ങളെ വിളിച്ചു. എഫെസ്യരോട് പറയുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഏക പ്രത്യാശ. പിന്നെ ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, പിതാവ് ഒരുവൻ. അപ്പോൾ ഈ സ്നാനത്തെ ഒറ്റ സ്നാനത്തെ ഇവിടെ വിശ്വാസത്തോടും പ്രത്യാശയോടും
യേശുവിനോടും കർത്താവിനോടും ആത്മാവിനോടും പിതാവിനോടും ശരീരത്തോടും, അതായത് സഭയോടും. ഈ യാഥാർത്ഥ്യങ്ങളോട് ചേർത്താണ് സ്നാനത്തെയും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യത്തിനും ഉള്ളതുപോലെ ഉള്ളതായ ഒരു പ്രാധാന്യം സ്നാനത്തിനുമുണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രത്യാശ, വിശ്വാസം, പിന്നെ പരിശുദ്ധാത്മാവ്, കർത്താവ്, സഭ, പിതാവ്, സ്നാനം. പ്രാധാന്യത്തെ എടുത്തു കാണിക്കാൻ വേറെ വചനമൊന്നും ആവശ്യമില്ല എന്ന് നമുക്ക് കാണാം. പിന്നെ വീണ്ടും സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വസിച്ചവർ അനുസരിക്കേണ്ടതായിട്ടുള്ള ആദ്യത്തെ കൽപ്പന എന്നുള്ള നിലയിലല്ല, മറിച്ച് സ്നാനം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് എന്നുള്ളതിനെ അടിവരയിട്ട് പറയുന്നതായിട്ടുള്ള ചില വാക്യങ്ങൾ ബൈബിളിലുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അങ്ങനെ നാം 3-ാമത്തെ വാക്യം, അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. അപ്പോൾ എന്തിനാണ് സ്നാനമേറ്റതെന്ന് ചോദിച്ചാൽ അത് കൽപ്പന അനുസരിക്കാനാണ് എന്നർത്ഥമില്ല. അത് കോളേജിൽ പോകുന്നതിന് മുമ്പ് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളൊരു ആചാരം എന്നല്ല, കല്യാണത്തിന് മുമ്പ് കഴിക്കേണ്ടതായിട്ടുള്ളൊരു ആചാരം എന്നുള്ള നിലയിലല്ല. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. മാത്രവുമല്ല, നമുക്ക് ഗലാത്യ ലേഖനത്തിലും അതേ പ്രസ്താവന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവിനോട് ചേരുവാൻ 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുന്ന ഒരു പരിപാടിയാണ് സ്നാനത്തിലൂടെ നടപ്പാകുന്നത്. അതുപോലെ തന്നെ സ്നാനത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള മറ്റൊരു കാര്യം റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ സ്നാനത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു ആത്മീക യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിടുകയാണ്. ആരോടുകൂടെ? അവനോടുകൂടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് സ്നാനമെന്ന് പറയുന്നത്. കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ പുനരുത്ഥാനത്തോടും അനുരൂപപ്പെടാനായിട്ട് കഴിയുകയുള്ളൂ. കർത്താവിൻ്റെ പുനരുത്ഥാനത്തോടുള്ള അനുരൂപപ്പെടൽ എന്താണെന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, നമ്മളും ഉയർത്തെഴുന്നേറ്റതിന് തുല്യമാണ്. ക്രിസ്തുവിനോടുകൂടെ നാം ഉയർത്തെഴുന്നേറ്റതിന് തുല്യമാണ്. അങ്ങനെ പഴയ മനുഷ്യനെ കൊണ്ടുപോയി കുഴിച്ചിട്ട് അല്ലെങ്കിൽ അടക്കം ചെയ്ത് എഴുന്നേറ്റ് വരുന്നതായിട്ടുള്ള പുതിയ മനുഷ്യൻ, ആ പുതിയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതായ പുതിയ മനുഷ്യനാണ്. ആ പുതിയ മനുഷ്യൻ ജീവൻ്റെ പുതുക്കത്തിലുമാണ് നടക്കുന്നത്. പഴയ ജീവിതം അല്ല, പുതിയ ജീവിതമാണ്. അപ്പോൾ സ്നാനപ്പെട്ടതിന് ശേഷം ജീവിതത്തിനൊരു പുതുക്കം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാനസാന്തരവും വിശ്വാസവും ഒരു യാഥാർത്ഥ്യമല്ല. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യമല്ലാത്ത ഒരു മാനസാന്തരത്തിലും വിശ്വാസത്തിലും അടിസ്ഥാനപ്പെട്ടതായിട്ടുള്ളൊരു സ്നാനവും ഒരു യാഥാർത്ഥ്യമല്ല. സ്നാനത്തെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അല്ലെങ്കിൽ സ്നാനം കൊണ്ട് ഉണ്ടാകേണ്ടതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നില്ല. ഒരു പുതിയ ജീവിതം, ജീവൻ്റെ പുതുക്കത്തിൽ ഒരാൾ നടക്കുന്നില്ല സ്നാനപ്പെട്ടതിന് ശേഷമെങ്കിൽ അത് വളരെ ഗൗരവമായി ആ രക്ഷയെ അല്ലെങ്കിൽ ആ വിശ്വാസത്തെ മാനസാന്തരത്തിൽ നിന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അങ്ങനെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ തുടങ്ങിയതിന് ശേഷവും വീണുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ സ്നാനപ്പെട്ടതിന് ശേഷം അന്നു മുതൽ പഴയ ജീവിതം തന്നെയാണ് തുടരുന്നതെങ്കിൽ ആ സ്നാനം
ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള, അല്ലെങ്കിൽ പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് ഒരു പുതിയ മനുഷ്യനായി തീരുന്നതായ ഒരു പ്രക്രിയ അവിടെ നടന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും ഇതുതന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ സ്നാനത്തിൽ അവനോടുകൂടെ അടക്കപ്പെട്ടു. അതുപോലെ തന്നെ അവനെ, അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഒരു ഉയർപ്പും അവിടെ നടക്കുന്നുണ്ട്, ഒരു മരണവും അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യമുള്ളതായ ഒരു കാര്യമാണ്. വീണ്ടും സ്നാനത്തെക്കുറിച്ച് പ്രധാനമായിട്ട് പറയുന്നതായിട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന് ഒരു കഴുകൽ എന്നുള്ള നിലയിലല്ല, മറിച്ച് ആത്മീകമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷ എന്നുള്ള നിലയിലാണ് അതിനെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, സ്നാനങ്ങൾ, വിവിധ സ്നാനങ്ങൾ അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് തുടർന്നുള്ള വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 10-ാമത്തെ വാക്യം, അവിടെ അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങളത്രേ. അത് പഴയ നിയമത്തിലുണ്ടായിരുന്നതായ, യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അന്ന് വിവിധ സ്നാനങ്ങളുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകൾ സ്നാനപ്പെടുന്നത് അങ്ങനെ കേവലം അത് ശരീരത്തിൻ്റെ അഴുക്ക്, ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയത്രേ. നിങ്ങൾക്ക് കുറേ യഹൂദന്മാരിൽ നിന്ന് വന്ന ആളുകൾക്ക് കുറേ സ്നാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിരുന്നു. അത്രയേ അതിന് പ്രാധാന്യമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറയുന്നത് ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടില്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. നമ്മുടെ രക്ഷയുമായിട്ട് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും അതിലൂടെയുള്ള നമ്മളുടെ നീതീകരണം അല്ലെങ്കിൽ രക്ഷ, അതിനോട് വളരെ ബന്ധപ്പെട്ട് മാത്രം കിടക്കുന്നതായിട്ടുള്ള കാര്യമാണ് സ്നാനം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ സ്നാനപ്പെടുത്തി വിടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ടീമിലുള്ള ആളുകൾക്ക് സ്നാനപ്പെട്ട് ഉത്തരവാദിത്വം തീർക്കുക എന്നുള്ളതല്ല, അവിടെ യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദിത്വം തുടങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു ആജീവനാന്ത ശുശ്രൂഷയാണ് അവരെ കർത്താവ് കൽപ്പിച്ചതൊക്കെ അനുസരിക്കാനായിട്ട് പഠിപ്പിച്ചുകൊണ്ട് കർത്താവിന് ശിഷ്യന്മാരെ ആക്കുക, ശിഷ്യന്മാരായി തീർക്കുക എന്നുള്ളത്. അങ്ങനെ സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ഈ ശിഷ്യന്മാരാക്കണം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന, ക്രിസ്തീയ ഗോളത്തിൽ കാണുന്നതായിട്ടുള്ള പ്രധാന ഒരു പരിപാടി എന്ന് പറയുന്നത്, ധാരാളം ആളുകൾ അവരവർക്ക് ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ശിഷ്യന്മാരായി തീരുക എന്നുള്ള ഒരു സംഭവമാണിന്ന് ലോകത്ത് കൂടുതൽ നടക്കുന്നത്. തങ്ങളുടെ പിന്നാലെ ആടുകളെ വലിച്ചുകൊണ്ടു പോകുന്നതായ കൊടിയ ചെന്നായ്ക്കളായിട്ട് മാത്രമേ അങ്ങനെയുള്ളവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരാളും തങ്ങളുടെ പിന്നാലെ വിശ്വാസികളെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് പാടുള്ളതല്ല. അത് ദൈവവചന വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കർത്താവിന് ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമുക്ക് ശിഷ്യന്മാരാണോ അതെയോ കർത്താവിന് ശിഷ്യന്മാരാണോ യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിച്ചാൽ മതി. ഒന്ന് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ്.
നമ്മെ അന്ധമായിട്ട് വിശ്വസിക്കുകയും നമ്മുടെ പിന്നാലെ ആണ് അവർ പോരുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ അവർ കർത്താവിനെ അല്ല വിശ്വസിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരിക്കൽ ഒരു സഹോദരൻ, ഒരു സഭയിലെ ഒരു അംഗം ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സഭയുടെ മുതിർന്ന ആളുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ബൈബിൾ എന്ത് പറഞ്ഞാലും അദ്ദേഹം പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ എന്ന് പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ കേട്ടു. അപ്പോൾ ദൈവവചനം എന്ത് പറഞ്ഞാലും അതെനിക്ക് വിഷയമല്ല. അതിനപ്പുറമായിട്ട് ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് പറയുന്നതിനെയാണ് നാം ഒരു മനുഷ്യൻ വിശ്വസിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നതെങ്കിൽ അവർ യഥാർത്ഥത്തിൽ അവരുടെ ശുശ്രൂഷ ഒരു പരാജയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർ കർത്താവിനല്ല ശിഷ്യന്മാരെ ഉളവാക്കിയത്, അവർക്കാണ് ശിഷ്യന്മാരെ ഉളവാക്കിയത്. അതുകൊണ്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവർ വളരെ ശക്തിയോടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അവരുടെ പിന്നാലെ അവർ നിൽക്കും. കാരണം ഒരു വീരാരാധന പോലെ മനുഷ്യാരാധനയാണ് അവിടെ സംഭവിക്കുന്നത്. കർത്താവിനെ അല്ല അവരാരാധിക്കുന്നത്, മനുഷ്യനെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഭക്തിയിലേക്ക്, മാനുഷിക ഭക്തിയിലേക്ക് ഒരുവൻ നീണ്ടുപോകുന്നുവെങ്കിൽ, വളർന്നു പോകുന്നുവെങ്കിൽ അത് വളരെ ഗൗരവമായിട്ടുള്ളൊരു തെറ്റാണ്. ഇന്ന് അനേക സഭകളിലെയും ആളുകൾക്ക് ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കിയാൽ പോലും അതനുസരിക്കുവാനായിട്ടുള്ള താല്പര്യമില്ല. മറിച്ച് അവരുടെ നേതാവ് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കുന്നതിലാണ് അവരുടെ താല്പര്യമെന്ന് പറയുന്നത്. അവരൊരിക്കലും കർത്താവിനെ പിന്തുടരുന്നവരല്ല, അവർ മനുഷ്യരെ പിന്തുടരുന്നവരാണ്. അവരുടെ അന്ത്യം എന്ന് പറയുന്നത് അതിനൊത്തതായിരിക്കും എന്ന് മാത്രമേ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നാം കർത്താവിനെയാണോ നമ്മൾ മുമ്പിൽ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയാണോ നാം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്ന് ഓർക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ശിഷ്യന്മാരെ ഉണ്ടാക്കുമ്പോൾ അത് കർത്താവിന് ശിഷ്യന്മാരെ ഉണ്ടാക്കണം, അല്ലാതെ സ്വന്തം ശിഷ്യന്മാരെ ഉണ്ടാക്കാനായിട്ട് പാടില്ല. ഇന്ന് അനേക ആത്മീയ ശുശ്രൂഷ രംഗത്തുള്ള ആളുകളും അവരവരെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ വ്യാപകമായിട്ട് കാണുവാനായിട്ട് കഴിയും. സ്വയത്തെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരിലൂടെ ദൈവം പ്രവർത്തിച്ചതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളെ വലുതാക്കി പറയുകയോ അവരുടെ നേട്ടങ്ങളെക്കുറിച്ചും അവർ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവരവരിലേക്കാണ് മനുഷ്യരെ ആകർഷിക്കുന്നത്. എപ്പോഴും വിശ്വാസമുള്ള ഒരു നേതാവിനെ പിൻചെല്ലുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം നേതാക്കന്മാരാവശ്യപ്പെടുന്നത് അവരോടുള്ള കൂറ് എന്നുള്ളതാണ്. അനേക സഭകളിലും അവിടെ ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നത് അത് അവരുടെ നേതാക്കന്മാരോടുള്ള കൂറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അതല്ലാതെ അവരുടെ യോഗ്യതകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. അതുകൊണ്ട് തന്നെ ഒരു സഭയിലെ ഒരു ശുശ്രൂഷകൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, സഭകളിൽ മൂപ്പന്മാരെ നിയമിക്കുന്നതിന് മുമ്പ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ സഭയൊക്കെ അങ്ങ് പോകും. ഒരിക്കൽ മൂപ്പന്മാരെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂപ്പന്മാർ തമ്മിലും മൂപ്പന്മാരും വിശ്വാസികളും തമ്മിലുള്ള പ്രശ്നം തീർക്കലാണ് ഒരു പ്രധാന പരിപാടിയെന്നാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ കർത്താവിനെ പിൻചെല്ലാതെ മനുഷ്യരെ പിൻചെല്ലുന്നതായിട്ടുള്ള ആളുകൾ വർദ്ധിച്ചു വന്നതിൻ്റെ പരിണിത ഫലമാണ്. അപ്പോൾ ഒരുപക്ഷെ ഒരു ആത്മീയ ശുശ്രൂഷകന് തെറ്റുപറ്റിയാലും ദൈവവചനത്തിലെ സത്യങ്ങളെ മനസ്സിലാക്കി അതിനെ പിൻചെല്ലുവാനായിട്ട് ഒരു വിശ്വാസി രൂപാന്തരപ്പെടുന്നില്ല എങ്കിൽ, അങ്ങനെ ഒരു വിശ്വാസി രൂപപ്പെടുന്നില്ല എങ്കിൽ ആ ശുശ്രൂഷ ഒരു വലിയ പരാജയമായി. മനുഷ്യരെ പിൻചെല്ലുന്ന ആളുകളായിട്ടല്ല, മറിച്ച് ദൈവത്തെ പിൻഗമിക്കുന്നതായിട്ടുള്ള ആളുകളായിട്ടാണ് നാം തീരേണ്ടത്. അതിനൊക്കെയുള്ളൊരു തുടക്കമാണ് ഒരു മനുഷ്യൻ്റെ മാനസാന്തരവും വിശ്വാസവും സ്നാനവും എന്ന് പറയുന്നത്. സ്നാനത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതായിട്ടുള്ള ഈ കാര്യങ്ങൾ ഒരു പക്ഷേ ഈ സന്ദേശം മുഴുവൻ കേൾക്കാതെ ഇതിൻ്റെ എന്തെങ്കിലും അറ്റമോ മുറിയോ ഒക്കെ ആരെങ്കിലും കേട്ടാൽ ഒരു ദുരുപദേഷ്ടാവ് എന്നുള്ള നിലയിൽ എന്നെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ ഈ സന്ദേശം മുഴുവൻ കേട്ടാൽ അങ്ങനെയൊരു ചിന്താഗതിക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവവചനം അതിൻ്റെ പൂർണ്ണ നിർമ്മലതയിൽ പഠിപ്പിക്കുവാൻ അത് തന്നെയാണ്, അത് ഏറെ വെല്ലുവിളികളുള്ളതാണ് എന്നുള്ളത് എനിക്കറിയാം.
പല ദൈവവചന സന്ദേശങ്ങളും കേട്ടിട്ട് ഇത് വളരെ ആത്മഹത്യാപരമാണ് സഹോദര, സൂയിസൈഡിലാണെന്നൊക്കെ എൻ്റെ അടുത്ത് ആളുകൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തു തന്നെ ആയാലും ദൈവവചനത്തിലെ പ്രമാണങ്ങളോട് അല്പം പോലും വെള്ളം ചേർക്കാതെ അതിൻ്റെ പൂർണ്ണതയിൽ അതുപോലെ തന്നെ അതിൻ്റെ ശുദ്ധിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളോ ആക്ഷേപങ്ങളോ കേട്ടാലും അതിനെ ഞാൻ വകവയ്ക്കുന്നില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുള്ളൂ എന്നുള്ളതും ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുവാൻ എനിക്ക് ഭയമില്ല. നിങ്ങളും ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല ദൈവവചനത്തിലെ സത്യങ്ങളെ നിങ്ങൾ യഥാർത്ഥമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ യാതൊരു മുൻവിധികളുമില്ലാതെ ദൈവമുമ്പാകെ ഇരുന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്കും ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. പിന്നെ ഈ സ്നാനം രക്ഷയുടെ ഒരു ഭാഗമല്ല എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്നതായിട്ടുള്ളൊരു പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത് രക്ഷ വിശ്വാസത്തിലാണ്, സ്നാനം പ്രവൃത്തിയല്ലേ എന്നുള്ളതാണ്. സ്നാനം ഒരു പ്രവൃത്തിയാണോ എന്ന് ചോദിച്ചാൽ സ്നാനത്തിൽ പ്രവൃത്തി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ സ്നാനത്തിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള പ്രവൃത്തി എന്താണ്? സ്നാനപ്പെടുന്നയാൾ യഥാർത്ഥത്തിൽ സ്നാനപ്പെടുത്തുന്ന ആൾക്കാണ് ഈ കൽപ്പന എന്ന് പറയുന്നത്. അപ്പോൾ സ്നാനപ്പെടുന്ന ആൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് രക്ഷിക്കപ്പെടുക എന്നുള്ളതല്ല. സുവിശേഷം പറയുന്ന ആളുടെ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞ് മാനസാന്തരത്തിലേക്ക് നയിച്ച് അവൻ വിശ്വസിക്കുന്നുവെങ്കിൽ അവനെ സ്നാനപ്പെടുത്തുക എന്നുള്ളത്. അതിപ്പോൾ ആരുടെ പ്രവൃത്തിയാണ് അവിടെ? അപ്പോൾ പിന്നെ സുവിശേഷം പറയുന്നത് ഒരു പ്രവൃത്തിയല്ലേ? മാനസാന്തരം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ വരുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ? വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ വരുന്നതായിട്ടുള്ളൊരു പ്രവൃത്തിയല്ലേ? അതെ, ഇതൊക്കെ പ്രവൃത്തിയാണ്. എന്നാൽ പ്രവൃത്തിയാലല്ല രക്ഷ എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല, മനുഷ്യൻ്റെ സൽപ്രവൃത്തികളാലുമല്ല എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് രക്ഷ പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതല്ല, മറിച്ച് ദൈവം ദാനമായിട്ട് തരുന്നതാണ്. മാനസാന്തരവും ദൈവം ദാനമായിട്ട് തരുന്നതാണ്, വിശ്വാസവും ദൈവം ദാനമായിട്ട് തരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളും നമുക്ക് ചുറ്റും ധാരാളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഏകദേശം 25% ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. എന്നാൽ ആ ചിന്തയുടെ ഭോഷത്വം എന്ത് എന്നുള്ളത് പ്രത്യേകിച്ച് വിശദീകരണം കൂടാതെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. എന്തായാലും ഈ സ്നാനത്തെ സംബന്ധിച്ച് വളരെ വിശദമായി നിങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും അതിന് ഒരു നിശ്ചയം പ്രാപിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് സഹായകരമാകുന്ന നിലയിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് നിങ്ങൾക്കായിട്ട് എടുത്തിട്ടുള്ളത്. സ്നാനപ്പെട്ടവർ അവരുടെ ജീവിതത്തെ പരിശോധിക്കണം. പിന്നെ സ്നാനത്തെക്കുറിച്ച് സുവിശേഷം പറയുന്നവർ സ്നാനത്തെക്കുറിച്ച് സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് പറയേണ്ടത് ആവശ്യമാണ്. സ്നാനപ്പെടാനുള്ളവർ അവർ യഥാർത്ഥത്തിൽ സ്നാനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.